ഓടണം. എന്നാ വിചാരിച്ചേ? കടവന്ത്ര കവലക്കലമ്പലം, അതായത് ഇപ്പോഴത്തെ സ്റ്റുഡിയോയുടെ ഓപ്പോസിറ്റ് അടിച്ചാണ് ആളെ കാണുന്നത്. ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നടന്നു പോയ ആൾ പെട്ടെന്ന് മരത്തിൻ്റെ പുറകിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു പോകണം. അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. ഡാന്ന് വിളിച്ച വഴി ഇവന് ഇറങ്ങി ഓടി. കുനിഞ്ഞ നാളെ നിസ്സാര സമയം കൊണ്ട് ആൾ എഴുന്നേറ്റ് പെട്ടെന്ന് ആ സ്റ്റിക്ക് ബാഗിൻ്റെ ഉള്ളിൽ കയറ്റി ആൾ എഴുന്നേറ്റ് കൂളായിട്ട് നടന്നു പോകണു. ഒരു കുഴപ്പമില്ലാത്ത ആൾ പോലെ. ഇവർ എന്തോ ഒരു ഗ്യാങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ കുറേ പേരുണ്ട് ഇതുപോലെ. നമസ്കാരം. കഴിഞ്ഞ ദിവസം മറുനാട്ടിലൊരു വീഡിയോ നിങ്ങൾ കണ്ടതാണ്, ഞാൻ തന്നെ ചെയ്തതാണ്. ഒരു ഭിന്നശേഷിക്കാരൻ ഇങ്ങനെ നടന്നു പോകുന്നു. പിന്നീട് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ അയാൾ ഇറങ്ങി പോകുന്ന ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് വിശദമായ രീതിയിൽ ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. അതിനകത്ത് ഒരുപാട് കമൻറ്റുകൾ വന്നു. നിങ്ങളിത് കൃത്യമായി അന്വേഷിച്ചിട്ടല്ല ഇത് കൊടുത്തത് എന്ന്. എനിക്ക് തോന്നിയ സംശയങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൽ പറഞ്ഞിരുന്നു. അയാൾ ഒരു തട്ടിപ്പുകാരനാണെന്ന് എനിക്ക് ബോധ്യം വന്നിരുന്നു. പക്ഷേ അതിൻ്റെ തെളിവ് നൽകാൻ എനിക്കപ്പോൾ പകർത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അതിനകത്ത് ഒരുപാട് വിമർശനങ്ങൾ വന്നത്. എന്തായാലും അയാളെ ഇതേപോലെ തന്നെ പിടിച്ച് ചോദ്യം ചെയ്ത ഒരാൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്യാം എന്നാണ് പേര്. തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. ശ്യാം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്യാമെ, ഇന്നലെ ആ വീഡിയോ കണ്ടു കാണും. അങ്ങനെയാണ് ശ്യാമിനെ വിളിക്കുന്നത്. ശ്യാം ഇയാളെ ചോദ്യം ചെയ്യുന്നതും ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഫീൽഡ് വർക്കാണ് ചെയ്യുന്നത്. ഞാൻ ഹോം അപ്ലയൻസിൻ്റെ പരിപാടിയാണ് എനിക്ക് മെയിനായിട്ട്. കാരണം ഫീൽഡിലാണ്, എറണാകുളം സിറ്റിയാണ് കൂടുതൽ ചെയ്യുന്നത്. ഞാൻ നമ്മുടെ കടവന്ത്ര കവലക്കലമ്പലം, അതായത് ഇപ്പോഴത്തെ സ്റ്റുഡിയോയുടെ ഓപ്പോസിറ്റ് അടിച്ചാണ് ആളെ കാണുന്നത്. എന്ന് വെച്ചാൽ അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നു. അന്നേരം ജസ്റ്റ് ശ്രദ്ധിച്ചപ്പോൾ ആൾ ഇതുപോലെ തന്നെ നിൽക്കുന്നു. ആൾക്കാർ ചോദിക്കണം. അപ്പോൾ തന്നെ പോലീസ് വന്നിട്ടുണ്ടായി. പോലീസ് വന്ന് അവർ തട്ടുന്നു. വാക്ക് യാതൊരു ഇതുമില്ല. പിന്നെ ആൾ പുറത്ത് നാക്കിട്ട് കാണിച്ചപ്പോൾ ആൾക്ക് പകുതിയുള്ളൂ. നാക്ക് പകുതിയുള്ളൂവെങ്കിലും ആൾ കരഞ്ഞുകൊണ്ടൊക്കെ കാണിക്കുന്നു. അതിനിടയ്ക്ക് കുറേ പേര് വന്നിട്ട് ആൾക്ക് വയ്യാത്തയല്ലേ ഇതാന്നൊക്കെ പറഞ്ഞ് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. കുറേ പേര് സംശയം തോന്നി എന്താ വിളിച്ചു വരുത്തിയാന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞാനത് നോക്കി അവിടെ നിന്ന് കണ്ടു. പിന്നെ ഞാനത് ഓക്കെ, അത് സാധാരണ ഇതിൽ റോഡിൽ കുറേ സംഭവങ്ങൾ നടക്കൂല. അതുപോലെ ഞാനങ്ങ് നീങ്ങി പോരുകയും ചെയ്തു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഫീൽഡിൻ്റെ ഭാഗമായിട്ട് ഞാൻ നമ്മുടെ ഫയർ സ്റ്റേഷൻ്റെ ഗാന്ധിനഗർ ഫയർ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കോൾ ചെയ്തുകൊണ്ടിരിക്കുക, നിർത്തി. അന്നേരം ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നടന്നു പോയ ആൾ പെട്ടെന്ന് മരത്തിൻ്റെ പുറകിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു പോകണം. അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. അന്നേരം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കുറച്ച് മുമ്പ് അവിടെ ഇഷ്യൂ നടന്ന ഒരാൾ. ഞാൻ ചാടി വണ്ടി അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ആളുടെ പുറകിൽ ഡാന്ന് വിളിച്ച വഴി ഇവൻ ഇറങ്ങി ഓടി ഫയർ സ്റ്റേഷൻ കഴിഞ്ഞ് ലെഫ്റ്റ് കട്ട് ചെയ്ത് അപ്പുറത്തെ നമ്മുടെ ത്രിവേണി ആ റൂട്ടിൽ കയറി. അതായത് കുനിഞ്ഞ് നടക്കാൻ പോലും പറ്റാത്ത ആളാണ് ഓടുന്നത്. ആ സെയിം ആൾ, ആ സെയിം ഡ്രസ്സ്. ഞാനതാണ് ഞങ്ങൾക്ക് ഇന്നലെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ രാത്രി ഞാൻ അപ്പം തന്നെ എൻ്റെ പഴയ ഫോൺ എടുത്ത് അതിനെടുത്തപ്പോൾ സെയിം ആൾ, സെയിം ഡ്രസ്സ്, എല്ലാം സെയിം തന്നെ. ഷൂസിൽ മാത്രം എന്തൊരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് ആ കുനിഞ്ഞ നാളെ ആ നിസ്സാര സമയം കൊണ്ട് ആൾ എഴുന്നേറ്റ് പെട്ടെന്ന് ആ സ്റ്റിക്ക് ബാഗിൻ്റെ ഉള്ളിൽ കയറ്റി ആൾ എഴുന്നേറ്റ് കൂളായിട്ട് നടന്നു പോകണു. ഒരു കുഴപ്പമില്ലാത്ത ആൾ പോലെ. പക്ഷേ എനിക്കതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. ആൾ നല്ല ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മരത്തിൻ്റെ ബാക്കിൽ നിന്ന് ആൾ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ എഴുന്നേറ്റ് പോയി, മരത്തിൻ്റെ പുറകിൽ നിന്ന് തന്നെ. എന്നിട്ട് ഞാൻ ആ ബൈക്കിന് പുറകെ പോയി. ഇവനെ പുറകെ ഓടി ഞാൻ ബൈക്കിന് കാല് വെച്ച് ചവിട്ടി ഇവനെ ഇടിച്ചിട്ട്. എന്നിട്ട് ഞാൻ ബൈക്ക് നിർത്തി ഇവനെ പിടിച്ചു. അന്നേരത്തെ ആൾക്കാരൊക്കെ കൂടി. അന്നേരം ഈ സംഭവം നടന്ന ആൾക്കാരും അവിടെ അന്നേരം 2-3 പേരുണ്ടായിരുന്നു. അന്നേരത്തേനും പോലീസിനെ വിളിക്കാൻ പറഞ്ഞപ്പം അവിടെ അതിൻ്റെ വീഡിയോയ്ക്കകത്ത് ഉണ്ട്. അതിനകത്ത് അന്നേരം അവിടെ നിന്നവർ പോയി പോലീസിനെ വിളിച്ചപ്പോൾ തന്നെ പോലീസുകാർ വന്നു. അതിനകത്ത് ഡ്രൈവർ ആദ്യം വന്ന ഡ്രൈവർ ഉണ്ടായിരുന്നു. ഡ്രൈവർക്ക് കാര്യം മനസ്സിലായി. അന്നേരം ഇവനെ എടുത്ത് നേരെ വണ്ടിക്കകത്തിട്ടു. എന്നോട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. സ്റ്റേഷനിൽ ചെന്ന് സംസാരിച്ചു. അവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അന്നേരം അവൻ്റെ ഹാൻഡ്സ് കാര്യങ്ങൾ, പിന്നെ ക്യാഷൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഇവൻ അവിടെ സൗത്ത് ഏരിയയിലാണ് താമസിക്കുന്നത്. അവിടെ ആ റൂമെന്നാണ് ഇവൻ പറയുന്നത്. ഇവൻ കിടന്ന് കരയുവാണ്. ഇവർ എന്തോ ഒരു ഗ്യാങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ ഇവൻ്റെ അത് കഴിഞ്ഞ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇവർ കുറേ പേരുണ്ട് ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവനെ കണ്ടു തൃപ്പൂണിത്തുറയിൽ നമ്മുടെ സ്റ്റാൻഡിൻ്റെ സൈഡിൽ വെച്ച് കണ്ടു. അന്നേരം എനിക്ക് സമയം ഉണ്ടായില്ല. അപ്പം ഞാൻ അറിയുന്നൊരു ഓട്ടോക്കാരനെ ഇട്ട് കൊടുത്ത് അവരവിടെ നിന്ന് ഓടിച്ചെന്ന് എന്നോട് പറഞ്ഞു. എന്ന് വെച്ചാൽ ആ വീഡിയോസ് എൻ്റെ കിടക്കണ്ടായിരുന്നു. ഞാൻ പഴയ ഫോണിൽ കിടക്കണം. ആ പഴയ ഫോൺ ഇന്നലെ തപ്പി പിടിച്ചാണ് ഞാനത് എടുത്തത്. പക്ഷേ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ട്. അന്നേരം ഞാനത് പെട്ടെന്ന് ശ്രദ്ധിക്കും, പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ട് വാദി പ്രതിയാവുന്നൊരിതുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ പോലീസുകാരനോട് ചോദിച്ചു, നീ ഇവനും തമ്മിൽ എന്താ വിഷയം, ഇവനെ നീ അറിയൂ? ഓൾറെഡി അവിടെ അപ്പം നടന്ന പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്കൊരിതുമില്ല, നിങ്ങൾ നോക്കിയതാണ്, നിങ്ങൾ വന്ന് നോക്കിയിട്ട് ഇവൻ അനങ്ങാണ്ട് കിടന്നതാണ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അവൻ്റെ ഡീറ്റെയിൽസ് എഴുതിയെടുത്തു പൊക്കോളാൻ പറഞ്ഞു. അവൻ പോലീസിനോട് സംസാരിച്ചു. അവൻ പോലീസിനോട് സിമ്പിളായിട്ട് സംസാരിക്കുന്നു. അവൻ്റെ പോക്കറ്റിൽ ഹാൻഡ്സ് ഉണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പകുതി നിങ്ങൾ ആദ്യം ചോദ്യം ചെയ്യുന്ന സമയത്ത് പകുതി നാക്കേ ഉള്ളൂ. ഞാനിവനെ കാണുന്ന സമയത്ത് പകുതി നാക്കുന്നുള്ളൂ. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച പകുതി നാക്കുള്ളൂ ആൾക്ക്.
പകുതി നാക്കുള്ളൂ, ആള് കരയുവാണ് കിടന്ന്, ഇങ്ങനെ കിഴവന്ന് കിടന്ന് കരയുക. ഇവനെ ഓടുന്ന ഓട്ടം കണ്ട ആ കണ്ട ആൾ ഇവനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് മെയിനായിട്ട് പുറകെ കണ്ടത്. ഇപ്പം അതായത് നാക്ക് മടക്കി വെച്ചിരിക്കുക, നാക്ക് മടക്കി വെച്ച്, അതേ പറഞ്ഞു, ഇവർ നല്ല ട്രെയിനിങ് ആണ്. ആ നാക്ക് മടക്കി വെച്ച് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇവൻ്റെ കൈയൊക്കെ ഇങ്ങനെ, അവന് നടക്കാൻ പോലും ശേഷിയില്ലാണ്ട് നിൽക്കണ ആളാണ് ആ ഓട്ടോ ഓടുന്നത്. അങ്ങനെയാണ് ഞാൻ ഓടിച്ചിട്ട് പിടിക്കുന്നത്. എനിക്ക് ഇന്നലെ തന്നെ ഞാൻ നിങ്ങളുടെ ഇത് കണ്ടു. ഞാൻ ഓൾറെഡി ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ തൃപ്പൂണിത്തറ. ഇപ്പം നിങ്ങളുടെ ഇത് ഞാൻ കണ്ടു. അന്നേരം ഞാൻ എൻ്റെ പഴയ ഫോൺ തപ്പിയെടുത്തു ആ വീഡിയോ. അതാണ് നിങ്ങൾ രാവിലെ തന്നെ മറുതാണല്ലോ ഓഫീസിൽ ഞാൻ വിളിച്ചു പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു വീഡിയോ എൻ്റെ കൈ കിടക്കുന്നുണ്ട്. പഴയ ഫോണിൽ തപ്പി പിടിച്ചിട്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഞാൻ നിങ്ങളുടെ കമൻറ്റ് വായിച്ചപ്പോൾ, സാധാരണ വീഡിയോ ഉണ്ട്, പക്ഷേ കമൻറ്റ് വായിച്ചപ്പോൾ ഒത്തിരി പേര് നിങ്ങളെ കുറ്റം പറഞ്ഞായിട്ട് കണ്ടു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ആ വീഡിയോ തന്നെ ഇട്ട് തന്നത്. ശ്യാം വിളിച്ച് പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രേക്ഷകരെ കുറച്ചുകൂടി അത് വ്യക്തമായിട്ട് അറിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അന്ന് എനിക്ക് ഇയാൾ എഴുന്നേറ്റ് നടന്നു പോകുന്ന വീഡിയോ കിട്ടാത്തത് കൊണ്ടാണ്. കാരണം എനിക്ക് അവിടെ വാഹനം നിർത്താനുള്ള ഒരു സമയം കിട്ടിയില്ല. സമയമല്ല, അവിടെ നിർത്താൻ പറ്റില്ല, പാലത്തിന് മുകളിലാണ്. ശ്യാം പറഞ്ഞ പോലെ തന്നെ ഇയാൾ വളരെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അപ്പോൾ തന്നെ അവിടുന്ന് സ്ഥലം വിടുകയാണ്. ഒരാൾക്കും പെട്ടെന്ന് മനസ്സിലാവുക പോലുമില്ല. ആരുമില്ലാത്ത സ്ഥലത്തെത്തിയിട്ടാണ് ഇയാൾ, ഈ കുനിഞ്ഞ് നടക്കുന്ന ആൾ, അവിടെ നിന്നും എഴുന്നേറ്റ് നിവർന്ന് നടന്നു പോകുന്നത്. എന്തായാലും ഇനി ഇയാളെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം ചെയ്യണം, പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യണം. ഇയാൾക്ക് യാതൊരു കുഴപ്പവുമില്ല. നാക്ക് അകത്തേക്ക് മടക്കി വെച്ചിരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നാക്ക് ഇല്ലാത്ത ആളാണെന്നേ തോന്നുകയുള്ളൂ. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക, മനസ്സിലാക്കുക. ഒരു 10 പൈസ പോലും ഭിക്ഷക്കാർക്ക് കൊടുക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്പം ഭക്ഷണം നൽകുക. ഇത് മാത്രമാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ശ്യാമുമായി ഞാനിപ്പോൾ സംസാരിച്ചത്. കൊച്ചിയിൽ നിന്നും ജസ്വിൻ വർഗീസിനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.